ഇരട്ടിയാർ പഞ്ചായത്തിനെ തേടി വീണ്ടും അഭിമാന നേട്ടം. മികച്ച പഞ്ചായത്തിനുള്ള ജില്ലാതല സ്വരാജ് ട്രോഫി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചു. 20 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജില്ലയിൽ 2ാം സ്ഥാനം ഉടുമ്പന്നൂർ പഞ്ചായത്തിനാണ്. മാലിന്യ സംസ്കരണത്തിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ ഇരട്ടിയാർ പഞ്ചായത്ത് ദേശീയ തലത്തിലും ശ്രദ്ധ നേടിയിരുന്നു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പ്രസംഗത്തിൽ ഇരട്ടിയാർ പഞ്ചായത്തിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പരാമർശിച്ചിരുന്നു. സമീപനം, സഹകരണം, നവീകരണം, ശാക്തീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇരട്ടിയാർ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഉദാഹരണമാണെന്നും നിർമ്മല സീതാരാമൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം വിജയകരമായി നടപ്പിലാക്കി വരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് എന്നുള്ള ഒരു അംഗീകാരം തേടിയിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ഒത്തിരി ആളുകളുടെ നിരവധിയായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇതൊരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിലെ 85% വീടുകളിൽ നിന്നും 90% സ്ഥാപനങ്ങളിൽ നിന്നുമായി പ്രതിമാസം 2,50,000 രൂപ യൂസർ ഫീ ആയി പിരിച്ചെടുക്കുന്നുമുണ്ട്. വളരെയേറെ അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഇന്ന്. കാരണം ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലവും ഒരുപാട് പേരുടെ സപ്പോർട്ടിൻ്റെ ഫലവും കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്വരാജ് ട്രോഫി നേടിയെടുക്കാനായിട്ട് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചത്. കാരണം ഈ ട്രോഫി കിട്ടിയപ്പോൾ നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചവരും നമ്മളോടൊപ്പം നിന്നവരെയാണ് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ 18 വിഭാഗങ്ങളായി തരംതിരിച്ച് സ്വകാര്യ ഏജൻസിക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറിയും വരുന്നുണ്ട്. ഭരണപക്ഷമോ പ്രതിപക്ഷമോ വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ച് പോയതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്ന് ഈ അവാർഡ് പഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതോടൊപ്പം ഈ ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവാർഡ് ഒരു ദൈവാനുഗ്രഹമായിട്ട് കൂടി ഞാൻ കണക്കാക്കുക. കാരണം ഇരട്ടിയാർ പോലുള്ള ഒരു പഞ്ചായത്ത് തനത് വരുമാനം ഏറ്റവും കുറവാണ്. പക്ഷേ ആ തനത് വരുമാനം കുറവുള്ള പഞ്ചായത്തിൽ പോലും ഇത്തരം കാര്യങ്ങളെ മുൻപന്തിയിലേക്ക് വരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് വലിയ അഭിമാനകരമായി. പ്രതിമാസം 4 ടൺ പ്ലാസ്റ്റിക്കാണ് ശേഖരിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഗുരുവായൂർ വെച്ച് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.